എഞ്ചിനീയറിംഗിലെ ഹൈവേ മെറ്റീരിയൽസ് ആൻഡ് ടെസ്റ്റിംഗ് എന്നുള്ള ടോപ്പിക്കിൽ ബിറ്റുമിൻ എന്നുള്ള പോർഷൻ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞല്ലേ. ഓക്കെ, അപ്പം ബിറ്റുമിനെ കുറിച്ചിട്ടുള്ള ബിറ്റുമിൻ, ടാർ, കട്ട് ബാക്ക് അതിനെക്കുറിച്ചിട്ടൊക്കെയുള്ള MCQ സെഷനാണിത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഗ്രേഡ് ഓഫ് ബിറ്റുമിൻ ജനറലി കൺസിഡേർഡ് ഇൻ ഹോട്ട് ക്ലൈമറ്റ് ഈസ്. അതായത് ചൂടുള്ള കാലാവസ്ഥയിൽ നമ്മൾ ഏത് ഗ്രേഡ് ബിറ്റുമിനാണ് യൂസ് ചെയ്യുന്നത്? ഓക്കെ, നമുക്ക് ഓപ്ഷൻസ് തന്നിരിക്കുന്നത് 30, 40, 80, 100, 140, 120 എന്നൊക്കെയാണ് തന്നിരിക്കുന്നത്. അപ്പം നമുക്ക് ഈ റേഞ്ച് കാണുമ്പോഴത്തേനും ഇതിനകത്തുനിന്ന് 2 ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യുക അല്ലേ. പിന്നെ ഉള്ളത് 80, 100ഉം 30, 40 ആണ്. ഓക്കെ, അപ്പം ഈ ഗ്രേഡ് ഓഫ് ബിറ്റുമിൻ എന്ന് പറയുന്നത് അതിനെ എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? പെനട്രേഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പം ഹോട്ട് ക്ലൈമറ്റിൽ ഓൾറെഡി എന്താണ്, നല്ല ചൂടാണ് അല്ലേ. അപ്പോഴത്തേനും ബിറ്റുമിൻ എന്ത് ചെയ്യും, നന്നായിട്ട് എന്ത് ചെയ്യും, ഒത്തിരി ചൂടൊക്കെ ആകുമ്പോൾ നമ്മൾ റോഡിൽ കൂടെ ഒക്കെ നടന്നു പോകുമ്പോൾ എങ്ങനെയാണ് ബിറ്റുമിനൊക്കെ എന്തായും കുറച്ച് മെൽറ്റ് ചെയ്തൊക്കെ ഇരിക്കും അല്ലേ. അപ്പം ഹോട്ട് ക്ലൈമറ്റുകളിൽ പെനട്രേഷൻ കുറച്ച് കുറവുള്ള ബിറ്റുമിനാണ് ജനറലി യൂസ് ചെയ്യുന്നത്. ഗ്രേഡ് 30, 40 ആണ് സാധാരണ യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പം നെക്സ്റ്റ്. ഓക്കെ, അപ്പം സെക്കൻഡ് ക്വസ്റ്റ്യനിൽ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ടെസ്റ്റുകൾ തന്നേക്കുന്നത്. പെനട്രേഷൻ ടെസ്റ്റ്, മാർഷാൽ ടെസ്റ്റ്, റിംഗ് ആൻഡ് ബോൾ ടെസ്റ്റ്, ബെങ്കൽമാൻ ബീം ടെസ്റ്റ്, അങ്ങനെ ടെസ്റ്റുകളാണ് തന്നേക്കുന്നത്. റൈറ്റ് സൈഡിലോ ഡിസൈൻ ഓഫ് ബിറ്റുമിനസ് കോൺക്രീറ്റ് മിക്സ്, ഓവർലേ ഡിസൈൻ, ഗ്രഡേഷൻ ഓഫ് അസ്ഫാൾട്ട്, ഡിറ്റർമിനേഷൻ ഓഫ് സോഫ്റ്റനിങ് പോയിന്റ്, ഇങ്ങനെയൊക്കെ തന്നേക്കുന്നത്. ഓക്കെ, അപ്പം നമുക്കിപ്പം ആദ്യത്തെ നോക്കാം. ഡിസൈൻ ഓഫ് ബിറ്റുമിനസ് കോൺക്രീറ്റ് മിക്സ്. ഡിസൈൻ ഓഫ് ബിറ്റുമിനസ് കോൺക്രീറ്റ് മിക്സിന് വേണ്ടിയിട്ട് നമ്മൾ ഏതായിരുന്നു, മാർഷാൽ ടെസ്റ്റാണ് ചെയ്യുന്നത് അല്ലേ. ഇനി നമുക്ക് വേറെ അറിയാവുന്ന എന്താ, ഗ്രഡേഷൻ ഓഫ് അസ്ഫാൾട്ട്. അസ്ഫാൾട്ടിൻ്റെ ഗ്രഡേഷൻ നമ്മൾ എങ്ങനെ പറയുന്നത്? പെനട്രേഷൻ ടെസ്റ്റ് വെച്ചിട്ടല്ലേ ഗ്രഡേഷൻ പറയുന്നത്. ഓക്കെ, അടുത്തത് മനസ്സിലായി. അടുത്തെന്താ, ഡിറ്റർമിനേഷൻ ഓഫ് സോഫ്റ്റനിങ് പോയിന്റ്. സോഫ്റ്റനിങ് പോയിന്റ് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റിംഗ് ആൻഡ് ബോൾ അപ്പാരറ്റസിൻ്റെ കാര്യം പറഞ്ഞില്ലേ. അപ്പം 4C ആണ്. പിന്നെ അറിയാത്ത എന്തായിരുന്നു, ഓവർലേ ഡിസൈൻ. അപ്പോൾ ഓവർലേ ഡിസൈൻ എന്ന് പറയുന്നത് ബെങ്കൽമാൻ ബീം ടെസ്റ്റ് ആണ്. അത് നമ്മൾ ഡിസൈനിലാണ് ഇത് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓപ്ഷൻസ് നോക്കിയേ, A3, B1, C4, D2. അപ്പം 3, 1, 4, 2 ഏത് ആൻസർ? ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, ഓക്കെ, അപ്പോൾ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, പിക്ക് അപ്പ് ദ ഇൻകറക്റ്റ് പെയർ. ഇതിനകത്തുനിന്ന് ഇൻകറക്റ്റ് ആയിട്ടുള്ള പെയർ ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഒന്നാമത്തെ ഡക്റ്റിലിറ്റി ടെസ്റ്റ്. ഡക്റ്റിലിറ്റി ടെസ്റ്റ് നമ്മൾ ഏത് അപ്പാരറ്റസ് വെച്ചിട്ട്, ബ്രിക്കറ്റ് അപ്പാരറ്റസ് വെച്ച് ചെയ്യുന്ന ഡക്റ്റിലിറ്റി ടെസ്റ്റ് ഇല്ലേ, ബ്രിക്വറ്റ് അപ്പാരറ്റസ് വെച്ച് ചെയ്യുന്ന ഡക്റ്റിലിറ്റി ടെസ്റ്റിൽ എന്തൊക്കെയാണ് മെഷർ ചെയ്യുന്നത്? അഡ്ഹസീവ്നെസ് മെഷർ ചെയ്യും, ഇലാസ്റ്റിസിറ്റി മെഷർ ചെയ്യും. അപ്പോൾ ആ ഓപ്ഷൻ കറക്റ്റ് ആണോ? അതെ, അത് കറക്റ്റാണ്. അടുത്തത് സ്പോട്ട് ടെസ്റ്റ്. നമ്മൾ പറഞ്ഞായിരുന്നു ഇങ്ങനെ ഒരു ഫിൽറ്റർ പേപ്പർ പോലെ അതിനകത്ത് സ്പോട്ടായിട്ട് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും, ബിറ്റുമിന് ക്രാക്ക് ഉണ്ടായിട്ടുണ്ടോ, ഓവർ ഹീറ്റ് ആയിട്ടുണ്ടോ എന്ന് മനസ്സിലാവും. അപ്പോൾ സ്പോട്ട് ടെസ്റ്റ്, ഡിറ്റക്ടിങ് ക്രാക്ക്ഡ് ബിറ്റുമിൻ, അതും കറക്റ്റ്. അടുത്തത് ഫ്ലോട്ട് ടെസ്റ്റ്. ഫ്ലോട്ട് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ എന്തിനാ? ഫ്ലോട്ട് ടെസ്റ്റ് എന്ന് പറയുമ്പം സ്റ്റിഫ്നെസ് ഓർ കൺസിസ്റ്റൻസി. ഫ്ലോട്ട് ടെസ്റ്റിലായിരുന്നു നമ്മൾ എന്ത് ചെയ്യും, ഒരു ഫ്ലോട്ട് ഉണ്ട്, അതിനകത്തുനിന്ന് എന്ത് ചെയ്യും, ബിറ്റുമിൻ ഇങ്ങനെ ഇറങ്ങിപ്പോവും അല്ലേ. അപ്പം എന്താണ് അതിൽ നമ്മൾ ടൈമാണ് മെഷർ ചെയ്യുന്നത്. ടൈം ടേക്കൺ ബൈ എന്താ, ആ ഫ്ലോട്ടിൽ കൂടെ വാട്ടർ ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ടൈമായിരുന്നു നമ്മൾ മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഫ്ലോട്ട് ടെസ്റ്റ്, സ്റ്റിഫ്നെസ് ഓർ കൺസിസ്റ്റൻസി കറക്റ്റാണ്. ഓക്കെ, അടുത്തത് വിസ്കോസിറ്റി. വിസ്കോസിറ്റി എന്ന് പറയുന്നത് സോഫ്റ്റനിങ് പോയിന്റ് ആണോ? അല്ലല്ലേ. അപ്പം വിസ്കോസിറ്റി എന്ന് പറയുന്നതും സോഫ്റ്റനിങ് പോയിൻ്റൂടെ മാച്ച് ആകത്തില്ല. സോഫ്റ്റനിങ് പോയിന്റ് നമ്മൾ എന്തായിരുന്നു, റിംഗ് ആൻഡ് ബോൾ അപ്പാരറ്റസ് ആയിരുന്നു എടുക്കുന്നത് അല്ലേ. വിസ്കോസിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഓറിഫൈസ് ടൈപ്പ് വിസ്കോമീറ്റർ ആയിരുന്നു. സോഫ്റ്റനിങ് പോയിന്റിന് നമ്മൾ എടുക്കുന്നത് റിംഗ് ആൻഡ് ബോൾ അപ്പാരറ്റസ് ആണ്. പിന്നെ വിസ്കോസിറ്റി മെഷർ ചെയ്യാൻ നമുക്ക് വേണ്ടത് ഓറിഫൈസ് ടൈപ്പ് വിസ്കോമീറ്റർ ആണ്. ഓക്കെ, അപ്പം നമ്മുടെ ഓപ്ഷൻ എന്താണ്? ആൻസർ ഡി ആണ്. ഇൻകറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ABC 3 കറക്റ്റാണ്. ഇൻകറക്റ്റ് പെയറിന് ചോദിച്ചതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫ്ലാഷ് ആൻഡ് ഫയർ പോയിന്റ് ടെസ്റ്റ് ഈസ് കണ്ടക്റ്റഡ് യൂസിങ്. ഫ്ലാഷ് ആൻഡ് ഫയർ പോയിന്റ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള യൂസ് ചെയ്യുന്ന അപ്പാരറ്റസിൻ്റെ പേരെന്താ നമ്മൾ പറഞ്ഞത്? പെൻസ്കി, മാർട്ടൻസ്,
ക്ലോസ് കപ്പ് അല്ലെങ്കിൽ ഓപ്പൺ കപ്പ് അപ്പാരറ്റസ് ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. എന്തായിരുന്നു? ഫ്ലാഷ് ആൻഡ് ഫയർ പോയിന്റിൻ്റെ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്ന അപ്പാരറ്റസിൻ്റെ പേരാണ് പെൻസ്കി മാർട്ടൻസ്. ക്ലോസ് കപ്പും ഉണ്ട്, ഓപ്പൺ കപ്പും ഉണ്ട്. അതിലേതെങ്കിലും ഒന്നായിരിക്കും യൂസ് ചെയ്യുന്നത്. ക്ലോസ് കപ്പ് അല്ലെങ്കിൽ ഓപ്പൺ കപ്പ് അപ്പാരറ്റസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പിക്ക് അപ്പ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഇതിൽ കറക്റ്റ് ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്. The ductility value of bitumen for stability in road construction shouldn't be less than 50 cm. ഡക്റ്റിലിറ്റി നമ്മൾ ബ്രിക്ക് ടെസ്റ്റ് വെച്ചിട്ട് ചെയ്യുമ്പം ദാറ്റ് ഷുഡ് ബി ഡിസൈറബിൾ വാല്യൂ 50 സെൻറ്റിമീറ്റർ ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എന്താ, ഇറ്റ് ഷുഡൻ ബി ലെസ് ദാൻ 50 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പം ആ ഓപ്ഷൻ കറക്റ്റ് ആണോ? അതെ, അത് കറക്റ്റാണ്. അടുത്ത എന്താ? ദ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് pure bitumen is in the range of 1.10 to 1.25. ഓക്കെ, അപ്പം നമ്മൾ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് പ്യുവർ ബിറ്റുമിൻ്റെ അല്ലെങ്കിൽ ബിറ്റുമിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി ഏത് റേഞ്ചിലാണ് നമ്മൾ പഠിച്ചത്? ബിറ്റുമിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചത് 1.02 to 0.97 ആയിരുന്നു അല്ലേ? ഈ 1.10 റേഞ്ച് വരുന്ന എന്തിനായിരുന്നു? ടാറിനായിരുന്നു അല്ലേ? അപ്പം അതവിടെ നിൽക്കട്ടെ. ഇനി അടുത്തതൊരു നോക്കാം. മിനിമം സ്പെസിഫൈഡ് ഫ്ലാഷ് പോയിന്റ് ഓഫ് ബിറ്റുമിൻ യൂസ്ഡ് ഇൻ റോഡ് കൺസ്ട്രക്ഷൻ ഈസ് 175 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, അതായത് നമ്മൾ ഫ്ലാഷ് പോയിന്റിൽ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ എന്താണ് ആ ഫ്ലാഷ് പോയിന്റിൽ പെൻസ്കി മാർട്ടൻസ് അപ്പാരറ്റസിൽ എന്താണ് നമുക്ക് ആ മിനിമം ഫ്ലാഷ് പോയിന്റ് എന്ന് പറയുന്നത് അറൗണ്ട് 175 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ ആ ഓപ്ഷൻ കറക്റ്റ് അല്ലേ? അപ്പോൾ നമുക്ക് ഈ പ്യുവർ ബിറ്റുമിൻ എന്നുള്ളതിൻ്റെ ഓപ്ഷന് ഏകദേശം ഇതാക്കി എടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ രണ്ട് ഓപ്ഷൻ കറക്റ്റ് ഉള്ളത് കൊണ്ട് നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓൾ ദ എബോവ് ആണ് കറക്റ്റ്. അപ്പം ഇത് ബിറ്റുമിൻ ടാറ് ആ ഒരു ചെറിയ ചേഞ്ച് ഉണ്ട് എങ്കിലും കറക്റ്റായിട്ടുള്ള ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓൾ ദ എബോവ് ആണ്. ഓക്കെ, അപ്പം ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. ഇനി അടുത്തത്, റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് എബൌട്ട് കട്ട് ബാക്കിനെ പറ്റിയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇറ്റ് ഈസ് എ ബിറ്റുമിൻ ദ വിസ്കോസിറ്റി ഓഫ് വിച്ച് ഹാസ് ബീൻ റെഡ്യൂസ്ഡ് ബൈ എ വോളറ്റൈൽ ഡയലുവൻ. അത് എന്താണ്? നമ്മൾ കട്ട് ബാക്ക് എന്ന് പറയുന്നത് ബിറ്റുമിനാണ്, അതിൻ്റെ വിസ്കോസിറ്റി കുറച്ചേക്കുമാണ്. എങ്ങനെ? ഒരു വോളറ്റൈൽ ഡയലുവൻ്റ് യൂസ് ചെയ്തിട്ട്. ഓക്കെ, അപ്പം ഇതിനകത്ത് ഓഫ് ദീസ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആറിനാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണോ? കറക്റ്റ് ആണല്ലേ? ബിറ്റുമിനകത്ത് വോൾട്ടൈൽ ഡയലുവൻ്റ് ആഡ് ചെയ്തിട്ടാണ് നമ്മൾ കട്ട് ബാക്ക് ഉണ്ടാക്കുന്നത്. ഇനി യൂസ്ഡ് ഫോർ സർഫസ് ഡ്രസ്സിങ്, അത് കറക്റ്റ് അല്ലേ? കട്ട് ബാക്ക്സ് നമുക്ക് സർഫസ് ഡ്രസ്സിങ്ങിന് യൂസ് ചെയ്യുമല്ലോ. അതെ, അതുപോലെ തന്നെ യൂസ്ഡ് ഫോർ പാച്ച് റിപ്പയർ വർക്കിന് നമ്മൾ കട്ട് ബാക്ക് യൂസ് ചെയ്യും. അപ്പോൾ 3 സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റാണ്. അപ്പോൾ ഓഫ് ദീസ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണെന്നുള്ളതിൻ്റെ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി, ഓൾ ദ എബോവ് ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. RC0, MC0, SC0 കറസ്പോണ്ട്സ് ടു കട്ട് ബാക്സ് ഓഫ്. ഇതെല്ലാം കട്ട് ബാക്കിൻ്റെ. RC എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? റാപ്പിഡ് ക്യൂറിങ്. MC0 എന്ന് പറഞ്ഞാലോ? മീഡിയം ക്യൂറിങ്. SC0 എന്ന് പറഞ്ഞാലോ? സ്ലോ ക്യൂറിങ്. അപ്പം ഇതിൻ്റെ എല്ലാം ക്യൂറിങ്, റാപ്പിഡ് ക്യൂറിങ്, സ്ലോ ക്യൂറിങ്, മീഡിയം ക്യൂറിങ് അങ്ങനെ പറയുന്നത്. ഇനിയും ഇതിൻ്റെ വിസ്കോസിറ്റിയുടെ ടൈം എന്തുവാ? 0, 0, 0. എല്ലായിടത്തും 0 തന്നെ. അപ്പോൾ ഇത് വിസ്കോസിറ്റി ഓഫ് അസെൻഡിങ് ഓർഡർ ആണോ? അല്ല. വിസ്കോസിറ്റി ഓഫ് ഡിസെൻഡിങ് ഓർഡർ ആണോ? അല്ല. പിന്നെന്താണ്? സെയിം വിസ്കോസിറ്റി ആണ്. 0, 0, 0 എന്ന് വന്നാൽ ഇറസ്പെക്റ്റീവ് ഓഫ് റാപ്പിഡ് ആണോ, മീഡിയം ആണോ, സ്ലോ ആണോ എന്ന് നോക്കണ്ട. എല്ലാവർക്കും സെയിം വിസ്കോസിറ്റി ആയിരിക്കും. ഓക്കെ, സെയിം വിസ്കോസിറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. പിക്ക് അപ്പ് ദ കറക്റ്റ് പെയർ. ഇതിനകത്ത് കറക്റ്റ് പെയർ ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. റാപ്പിഡ് ക്യൂറിങ് ബിറ്റുമിനെ നാഫ്ത എന്നാണ് തന്നേക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ റാപ്പിഡ് ക്യൂറിങ്ങിൻ്റെ ഓർക്കുന്നുണ്ടോ? അപ്പം റാപ്പിഡ് ക്യൂറിങ്ങിൽ എന്താ നമ്മൾ പഠിച്ചത്? ബിറ്റുമിൻ ഫ്ലെക്സ്ഡ് വിത്ത് പെട്രോളിയം ഡിസ്റ്റിലേറ്റ് സച്ച് ആസ് നാഫ്ത ഓർ ഗ്യാസുലിനാണ് പഠിച്ചത്. അപ്പം നാഫ്തായും ഉണ്ട്, ഗ്യാസുലിനും ഉണ്ട്. അതിൽ നാഫ്ത മാത്രം തന്നേക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ കറക്റ്റ് ആണ്. അടുത്തത്, മീഡിയം ക്യൂറിങ്ങിന് നമ്മളോട് എന്താ പറഞ്ഞേക്കുന്നത്? കെറോസിനും പിന്നെ ലൈറ്റ് ഡീസൽ ഓയിലും നമ്മൾ പഠിച്ചത്. ലൈറ്റ് ഡീസൽ ഓയിൽ, കെറോസിൻ ലൈറ്റ് ഡീസൽ ഓയിൽ വരുന്നു, കെറോസിനുണ്ട്. അപ്പം മീഡിയം ക്യൂറിങ് കെറോസിൻ, അതും കറക്റ്റാണ്. സ്ലോ ക്യൂറിങ്ങിന് നമ്മൾ എന്താ പഠിച്ചത്? ഹൈ ബോയിലിംഗ് പോയിന്റ് ഗ്യാസ് ഓയിൽ. അപ്പോൾ അതും കറക്റ്റാണ്. എല്ലാ ഓപ്ഷൻസും കറക്റ്റാണ്. അപ്പം നമ്മുടെ ഓപ്ഷൻ ഏതാണ്? ഡി ആണ്. ഓൾ ദ എബോവ് അല്ലെ? ഓൾ ആർ കറക്റ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ബിറ്റുമിൻ സ്റ്റെബിലൈസേഷൻ ഓഫ് സാൻഡി സോയിൽസ് ക്യാൻ ബി ഡൺ യൂസിങ്. സാൻഡി സോയിലിനെ ബിറ്റുമിൻ വെച്ചിട്ട് സ്റ്റെബിലൈസ് ചെയ്യണമെങ്കിൽ ഏത് കട്ട് ബാക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? റാപ്പിഡ് ക്യൂറിങ് കട്ട് ബാക്ക് ആണ്. ഓക്കെ,
റാപ്പിഡ് ക്യൂറിങ് കട്ട് ബാക്ക് ആണ് നമ്മൾ സാൻഡി സോയിലിൻ്റെ ബിറ്റുമിൻ വെച്ച് സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത് ദ മോസ്റ്റ് ഫ്ലൂയിഡ് കട്ട് ബാക്ക് ഈസ്. ഓക്കെ, ഇതിനകത്ത് ഏറ്റവും ഫ്ലൂയിഡ് ആയിട്ടുള്ള കട്ട് ബാക്ക് ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. നമുക്ക് റാപ്പിഡ് ക്യൂറിങ് 0 തന്നിട്ടുണ്ട്, റാപ്പിഡ് ക്യൂറിങ് 1 തന്നിട്ടുണ്ട്, പിന്നെ മീഡിയം ക്യൂറിങ് 2 തന്നിട്ടുണ്ട്, പിന്നെ സ്ലോ ക്യൂറിങ് 3. ഓക്കെ, അപ്പം നമ്മൾ കട്ട് ബാക്കിനെ പറ്റിയിട്ട് പഠിച്ചപ്പം നമ്മൾ പറഞ്ഞ സഫിക്സ് നമ്പേഴ്സ് 0, 1, 2, 3, 4, 5 എന്നൊക്കെ കട്ട് ബാക്കിന് നമ്പർ കൊടുക്കുമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം അതെന്തായിരുന്നു? പ്രോഗ്രസീവ്ലി മോർ വിസ്കസ് കട്ട് ബാക്ക് ആസ് ദ നമ്പർ ഇൻഡിക്കേറ്റ് എ ഡെഫിനിറ്റ് വിസ്കോസിറ്റി ഇറസ്പെക്റ്റീവ് ഓഫ് ടൈപ്പ് ഓഫ് കട്ട് ബാക്ക്. അതായത് എന്താ, ഇതിനെ വിസ്കോസിറ്റിയാണ് നമ്മൾ 0, 1, 2, 3 എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പം ഇതിൽ നമ്മൾ ഈ 0 എന്ന് പറയുമ്പോഴത്തേനും അതായിരിക്കും എന്ത്, മോസ്റ്റ് ഫ്ലൂയിഡ് ആയിട്ടുള്ള കട്ട് ബാക്ക്. ഇനി ഈ 0യിൽ നിന്ന് 5ലോട്ട് വരും തോറും വിസ്കോസിറ്റി കൂടും, വിസ്കോസിറ്റി കൂടും. അപ്പോൾ 5 എന്നൊക്കെ പറഞ്ഞാൽ എന്തായിരിക്കും, നല്ല വിസ്കസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് മോസ്റ്റ് ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ ഏതായിരിക്കും, RC0, ഓപ്ഷൻ എ ആയിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ബിറ്റുമിൻ എമൽഷൻ കൺസിസ്റ്റ് ഓഫ്. നമ്മൾ ബിറ്റുമിൻ എമൽഷനെ പറ്റിയിട്ട് പറഞ്ഞായിരുന്നു അല്ലേ. ബിറ്റുമിൻ എമൽഷൻ എന്ന് പറയുമ്പോൾ എന്തിനാണ്, നമ്മൾ റോഡ് കൺസ്ട്രക്ഷനൊക്കെ യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു, അത് മെയിൻ്റനൻസിനും പാച്ച് റിപ്പയർ വർക്കിനൊക്കെ യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു. ഇതിനകത്ത് എന്തൊക്കെയുണ്ടെന്നാണ് നമ്മൾ പറഞ്ഞത്, ബിറ്റുമിൻ്റെ കൂടെ എന്തുണ്ട്, പിന്നെ ഒരു അക്വസ് മെറ്റീരിയൽ ഉണ്ട് അല്ലേ, അക്വസ് മെറ്റീരിയൽ ഉണ്ട്. അതുപോലെ തന്നെ എന്തുകൊണ്ടുണ്ട്, ഒരു എമൾസിഫയർ അല്ലെങ്കിൽ എന്താണ്, ഒരു സ്റ്റെബിലൈസിങ് ഏജൻറ്റ് അല്ലെങ്കിൽ എന്താണുള്ളത്, ഒരു അല്ലെങ്കിൽ അതിൻ്റെ പേര് തന്നെയാണ് എമൾസിഫയർ, എമൽഷനിലാക്കിയിരിക്കുന്ന എമൾസിഫയർ ഉണ്ട്. ഓക്കെ, ഇപ്പം ബിറ്റുമിൻ, അക്വസ് മെറ്റീരിയൽ, എമൾസിഫയർ. അപ്പോൾ എമൾസിഫയിങ് ഏജൻറ്റ് ബിറ്റുമിൻ ഉണ്ട്, പിന്നെ അക്വസ് മെറ്റീരിയലായിട്ട് വാട്ടർ വരും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ഏതാണ്, ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. അടുത്തത് ബിറ്റുമിൻ എമൽഷൻസ് ആർ യൂസ്ഡ് ഫോർ. ബിറ്റുമിൻ എമൽഷൻ നമ്മൾ എന്തിനൊക്കെ യൂസ് ചെയ്യുന്ന പറഞ്ഞത്, റോഡ് കൺസ്ട്രക്ഷനാണ് യൂസ് ചെയ്യുന്നത് അല്ലേ, റോഡ് കൺസ്ട്രക്ഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. റോഡ് കൺസ്ട്രക്ഷനിൽ തന്നെ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, റോഡ് കൺസ്ട്രക്ഷനിൽ തന്നെ മെയിൻ്റനൻസ്, റിപ്പയർ വർക്ക്, മെയിൻ്റനൻസ് അല്ലെങ്കിൽ റിപ്പയർ വർക്കിനാണ് നമ്മളിത് ശരിക്കും യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇതിനകത്ത് ഓപ്ഷൻ ഏത് വരും, ഓപ്ഷൻ ഡി, പാച്ച് റിപ്പയർ വർക്കായിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ബിറ്റുമിൻ ഓഫ് ഗ്രേഡ് 30-40 മീൻസ് ഇറ്റ്സ് പെനട്രേഷൻ വാല്യൂ ഈസ്. അതായത് നമ്മുടെ ഗ്രേഡ് 30-40 എന്നാണ് തന്നേക്കുന്നത്. ഗ്രേഡ് 30-40 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പെനട്രേഷൻ എന്തായിരിക്കും, നമ്മൾ പറഞ്ഞില്ലേ, പെനട്രേഷൻ ഞങ്ങൾ എങ്ങനെയാണ് പറയുന്നത്, ഡെപ്ത് ഇൻ ടെൻസ് ഓഫ് എ മില്ലിമീറ്റർ ആയിട്ടാണ് പറയുന്നത്. ഓക്കെ, ഡെപ്ത് ഇൻ ടെൻസ് ഓഫ് എ മില്ലിമീറ്റർ, ഡെപ്ത് ഇൻ ടെൻസ് ഓഫ് എ മില്ലിമീറ്റർ എന്നാണ് പറയുന്നത്. അതായത് ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും, ടെൻസ് ഓഫ് എ മില്ലിമീറ്റർ, 1/10 ഓഫ് mm ആയിരിക്കും. അപ്പം 30-40 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ആയിരിക്കും ശരിക്കും ആക്ച്വലി പെനട്രേഷൻ വരിക, 3 to 4 mm ആയിരിക്കും ആക്ച്വൽ പെനട്രേഷൻ. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. പിക്ക് അപ്പ് ദ ഇൻകറക്റ്റ് പെയർ. നമുക്ക് തന്നിട്ടുണ്ട് RT1, RT2, RT4, RT5. ഈ RT1, RT2, RT4, RT5 ഒക്കെ എന്തായിരുന്നു, നമ്മൾ പഠിച്ചതല്ലേ, എന്തായിരുന്നു, നമ്മൾ നമ്മുടെ ടാറിൻ്റെ ഡിഫറെൻറ്റ് ഗ്രേഡുകൾ. ഓക്കെ, RT1, RT2, RT3, RT4, RT5 അങ്ങനെ പറഞ്ഞിട്ട് ഓരോരോ ഗ്രേഡുകളുണ്ട്. അപ്പോൾ ഓരോ ടാറും നമ്മൾ എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്ന് നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ. അപ്പോൾ ഇതിൽ ഇൻകറക്റ്റ് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. നമ്മൾ പഠിച്ച് ഓർത്ത് നോക്കി, RT1 നമ്മൾ എന്തിനാണ് യൂസ് ചെയ്തത്, എക്സെപ്ഷനലി കോൾഡ് വെതറിലാണ് യൂസ് ചെയ്യുന്നത് അല്ലേ. എക്സെപ്ഷനലി കോൾഡ് വെതറിൽ നമ്മൾ സർഫസ് ഡ്രസ്സിങ്ങിനായിരുന്നു നമ്മളത് യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, ഹോട്ട് വെതറിനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് ഇൻകറക്റ്റ് പെയർ. ഇനി RT2 എന്തിനായിരുന്നു, നമ്മൾ സ്റ്റാൻഡേർഡ് സർഫസ് പെയിൻറ്റിങ്ങിന് അല്ലേ, സ്റ്റാൻഡേർഡ് സർഫസ് പെയിൻറ്റിങ്ങിന് അല്ലെങ്കിൽ നോർമൽ ഇന്ത്യൻ കണ്ടീഷനിലൊക്കെയാണ് RT2 യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് കറക്റ്റാണ്. ഇനി RT3 നമ്മൾ പറഞ്ഞത് സർഫസ് പെയിൻറ്റിങ്, പോയിൻറ്റിങ്, റിന്യൂവൽ കോട്ട് അങ്ങനെയൊക്കെ നമ്മൾ പ്രീമിക്സ് ചിപ്പിനൊക്കെ യൂസ് ചെയ്യുന്ന പറഞ്ഞു. അടുത്ത RT4 നമ്മൾ ഇതിലാണ് യൂസ് ചെയ്യുന്നത്, ബേസ് കോഴ്സിൽ. എവിടെ, നമ്മൾ ടാർ മക്കാഡാം ഒക്കെ ഇരിക്കുമ്പം ടാർ മക്കാഡാമിൻ്റെ ബേസ് കോഴ്സിലായിരുന്നു നമ്മൾ RT4 യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതും കറക്റ്റാണ്. RT5 നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ, ഗ്രൗട്ടിംഗ് പർപ്പസിന് യൂസ് ചെയ്യുമെന്ന് പറഞ്ഞത്. അപ്പോൾ ഓപ്ഷൻ ബിയും സിയും ഡിയും കറക്റ്റാണ്. ഇൻകറക്റ്റ് പെയറായിട്ട് വരുന്നത് ഏതാണ്, ഓപ്ഷൻ എ ആണ്.
ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. ഇത് ഹോട്ട് എന്നല്ല കോൾഡ് എന്നാണ്. എക്സെപ്ഷനലി കോൾഡ് വെതർ കണ്ടീഷനിലാണ് അത് യൂസ് ചെയ്യേണ്ടത്. ഇവിടെ ഹോട്ടൻ തന്നതുകൊണ്ടാണ് ഇത് തെറ്റായത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പിക്ക് അപ്പ് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഇതിലും ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ടാർ ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം ഡിസ്ട്രക്റ്റീവ് ഡിസ്റ്റിലേഷൻ ഓഫ് വുഡ് ഓർ ചാർക്കോൾ വെയർ ബിറ്റുമിൻ ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഓഫ് പെട്രോളിയം. അത് രണ്ടും കറക്റ്റ് അല്ലേ? അതെ, കറക്റ്റാണ്. ഇനി അടുത്തത് പെർസെൻറ്റേജ് ഓഫ് ഫ്രീ കാർബൺ ഇൻ ബിറ്റുമിൻ ഈസ് ലെസ് ദാൻ ദാറ്റ് ഇൻ ടാർ. അടുത്തത് എന്താ പറഞ്ഞേക്കുന്നത്? അതായത് ഫ്രീ കാർബണ് ബിറ്റുമിനിൽ ടാറിനെക്കാട്ടിലും വളരെ കുറവാണെന്നാണ് പറഞ്ഞേക്കുന്നത്. അതും കറക്റ്റാണ്. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ. ഇൻ ദ പ്രസൻസ് ഓഫ് വാട്ടർ ടാർ കോട്ട് ദ അഗ്രിഗേറ്റ്സ് ബെറ്റർ ദാൻ ബിറ്റുമിൻ. അപ്പം വാട്ടർ വരുമ്പോഴത്തേനും അഗ്രിഗേറ്റിനെ ബിറ്റുമിനെക്കാട്ടിലും ടാറിന് നന്നായിട്ട് കോട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല, ആ ഓപ്ഷൻ തെറ്റാണ്. ബിറ്റുമിൻ ഈസ് മോർ ടെമ്പറേച്ചർ സസെപ്റ്റബിൾ ദാൻ ടാർ. അത് കറക്റ്റാണ്. ബിറ്റുമിനാണ് ടാറിനെക്കാട്ടിലും നന്നായിട്ട് ടെമ്പറേച്ചർ സസെപ്റ്റബിലിറ്റി ഉള്ളത്. അപ്പം നമ്മുടെ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. വാട്ടർ വരുമ്പോഴത്തേനും ടാറിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ബിറ്റുമിൻ്റെ അത്രയും അഡ്ഹഷന് അഗ്രിഗേറ്റ്സുമായിട്ട് ലഭിക്കത്തില്ല. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ക്വസ്റ്റ്യൻ ആണ് ഇതിനകത്തുനിന്ന് ഏകദേശം വരാൻ ചാൻസ് ഉള്ളത്. കുറച്ചുകൂടെയൊക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. ഓക്കെ, അപ്പം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പേയ്മെൻറ്റ് ഡിസൈൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.